ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായ 2 സുദിനങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ. പാട്ടുവിശേഷത്തിലൂടെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന മനോഹരമായ 2 ദിവസങ്ങൾ. ഒന്ന് ഓശാനയെ കുറിച്ചാണ്. ഓശന്ന, ഓശാന, ഓശാന, ഇങ്ങനെ പല പേരുകളിലൊക്കെ അത് അറിയപ്പെടുന്നു. ഇന്ന് ഓശാന ദിവസമാണ്. അതേപോലെ തന്നെ നാളത്തെ ദിവസം വിഷുവാണ്. അപ്പൊ ഈ 2 ദിവസവും സത്യത്തിൽ പൂക്കളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. വിഷുക്കണി, വിഷുവിന്റെ പൂക്കൾ, ഇനി നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഇന്നത്തെ പാട്ടുവിശേഷത്തിന്റെ ഭാഗമായിട്ട് ജോസഫ് ജോൺ സാറിലേക്ക് നമുക്ക് പോകാം. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. സർവീസിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുസ്ഥാനികർക്കും, സാവു കേരളം സാറിനും, പാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ നമസ്കാരം. പാട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് കുറച്ച് പുതുകാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിനുശേഷം ഓശാനയെക്കുറിച്ചുള്ള പാട്ടുകൾ, വിഷുവിനെ കുറിച്ചുള്ള അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സെഗ്മെന്റ് ആഘോഷമാക്കാം. മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അവന്റെ എല്ലാ ആക്ടിവിറ്റീസിലും, എല്ലാ വിശേഷങ്ങളിലും പാട്ട് ഒപ്പമുണ്ട്. നമുക്കറിയാം, ജനിക്കുമ്പോൾ ബർത്ത്ഡേ ആഘോഷം, അതിന് പാട്ടുമില്ലാതെ പറ്റില്ല, അല്ലേ? അതുപോലെ തന്നെ കുഞ്ഞ് താരാട്ട് കേട്ടാണ് വളരുക. ഓരോ സ്റ്റേജിൽ കടക്കുമ്പോഴും പാട്ടുകൾ നമ്മളോടൊപ്പമുണ്ട്, മനുഷ്യനോടൊപ്പമുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യ ജീവിതത്തിൽ സംഗീതത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ ആഘോഷങ്ങളെ കുറിച്ച് പറഞ്ഞാലോ, അത് പറയേണ്ടതില്ല, അല്ലേ? ആഘോഷങ്ങൾക്ക് സംഗീതത്തിൻ്റെ അകമ്പടി ഇല്ലാതെ എന്ത് ആഘോഷം? റോൾ ഓഫ് മ്യൂസിക് ഇൻ ഫെസ്റ്റിവൽസ്. ഫെസ്റ്റിവൽസിൽ മ്യൂസിക്കിൻ്റെ റോളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുക. മ്യൂസിക്കിന് ഒരു വലിയ ലിങ്ക് ഉണ്ട്, ഒരു പ്രൊഫൗണ്ട് ലിങ്ക് വിത്ത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അറ്റ് ഡിഫറെൻറ്റ് ലൈഫ് സിറ്റുവേഷൻസ്. നമ്മുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷൻസിലൊക്കെ കണക്റ്റഡ് ആയിട്ട് സംഗീതം ഉണ്ട്, ലിങ്ക് ഉണ്ട്. സിനിമ, അതൊക്കെ പിന്നെ അഭിനയമാണെന്ന് പറയാം. ഇതെല്ലാം ചൂഷണം ചെയ്യുകയാണ് മനുഷ്യന്. ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് പറയുക. മ്യൂസിക്കിനെ അവിടെയൊക്കെ ഉപയോഗിച്ച്. കാരണം എന്താണ്? നമ്മുടെ ഇമോഷൻസിന്, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുവാൻ ഇത്രയും മനോഹരമായ, ഇത്രയും അപകടമില്ലാത്ത, അല്ലെ, സുന്ദരമായിട്ടുള്ള ഒരു വസ്തു വേറെയില്ല സംഗീതത്തെ പോലെ. Music has the power to affect our thoughts and emotions. അപ്പോൾ ഈ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിന് യോജിക്കുന്ന രീതിയിൽ സംഗീതം ഇണക്കാൻ മനുഷ്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഔട്ട്കമാണ് ഞാൻ പറഞ്ഞ കാര്യം. സിനിമയും സംഗീതവും, സംഗീതത്തിൻ്റെ പുതിയ പുതിയ വേർഷൻസും ഒക്കെ. എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് ആണ് മ്യൂസിക് സേർവ് ചെയ്യുന്നത്, എന്ത് പർപ്പസാണ് മ്യൂസിക് ഫെസ്റ്റിവലിനോടൊപ്പം സേർവ് ചെയ്യുന്നത് എന്നുള്ളത് ആണ് നമുക്ക് നോക്കേണ്ടത്. വാട്ട് മ്യൂസിക് ഹെൽപ്സ് ഇൻ ദ കോണ്ടക്ട് ഓഫ് ഫെസ്റ്റിവൽസ്. പർപ്പസ് എന്താണ്? കൾച്ചറൽ എക്സ്പ്രഷൻ, ഒരു സാംസ്കാരികമായിട്ട് പ്രതിഫലിപ്പിക്കുക. ട്രഡീഷൻസ്, കൾച്ചർ ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുവാനായിട്ട് സംഗീതം സാധിക്കും. പ്രത്യേകിച്ച് ഫെസ്റ്റിവൽസിൻ്റെ അനുബന്ധിച്ചുള്ള രാമകഥ, ഹരികഥ, ശ്രീയേശു ചരിത്രം, രാമായണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഗീതത്തോടു കൂടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? രാമായണക്കിളി ശരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടു, ആ ഒരു പാട്ടിൽ അവസാനം ശിംശിപവൃക്ഷച്ചുവട്ടിൽ ഓരോ ദുഃഖവുമായി ഞാനിരിപ്പൂ, അങ്ങനെ
ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് ഒരു ഡിവോഷൻ കാണിക്കുന്ന, നമ്മുടെ പരിഭവം പറയുന്ന, നമ്മുടെ സങ്കടം പറയുന്ന കാര്യങ്ങളൊക്കെ സംഗീതത്തിലൂടെ ആവിഷ്കരിക്കുന്നുണ്ട്. നീറുന്ന ചിന്തകളോടെ രാമനെ തേടുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നു. അപ്പൊ അവിടെ ഇമോഷൻസ്, കഥയുണ്ട്, അല്ലേ, സ്റ്റോറി ഉണ്ട്. അതെല്ലാം ഓരോ ആഘോഷം അല്ലെങ്കിൽ റിലീജിയസ് ഫെസ്റ്റിവൽസ് ആണ്. നമ്മളിപ്പോൾ ഇന്ന് 2 റിലീജിയസ് ഫെസ്റ്റിവൽസ് ആണ്, അതുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാം. അങ്ങനെയുള്ള ഫെസ്റ്റിവൽസിൽ ആയിട്ട് കണക്ട് ചെയ്ത് മ്യൂസിക് സെർവ് ചെയ്യുന്നത് എന്താണ്? ആ കഥകൾ മനുഷ്യരിലേക്ക് എത്തിക്കാൻ, ആ ട്രഡീഷൻസ്, അല്ലേ, ആ സംസ്കാരം മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കാൻ സംഗീതത്തിലൂടെ ഫെസ്റ്റിവൽസിലെ സംഗീതം സഹായിക്കുന്നുണ്ട്. അതിന് ഇമോഷണൽ കണക്ഷൻ, ഞാൻ ഈ പറഞ്ഞ പാട്ടിൽ തന്നെ ദർ ഇസ് ഇമോഷണൽ കണക്ഷൻ. ആ ഒരു ഭക്തനും അല്ലെങ്കിൽ ഭക്തയും ഭഗവാനും ശ്രീരാമ ഭഗവാനും തമ്മിലുള്ള കണക്ഷൻ അവിടെ കാണിക്കുന്നത്, ഇമോഷണൽ കണക്ഷൻ. നമുക്കറിയാം മ്യൂസിക് ഇവോക്സ് ഇമോഷൻ, ക്രിയേറ്റ് എ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് ഷെയർഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന്, ദെൻ ഒരു യൂണിറ്റി, ആ ഒരു ഒന്നെന്നുള്ള ഒരു തോന്നൽ അത് ഉണ്ടാക്കുന്നുണ്ട് സംഗീതത്തിൽ. മൗലിയിൽ മയിൽപീലി ചാർത്തി എന്നുള്ള പാട്ടിൽ അവസാനം, അല്ലേ, ഒരു ചിത്രയുടെ ആ പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ ഒരു ഇമോഷണൽ കണക്ഷനാണ് അത് കാണിക്കുക. ആ സിനിമ തന്നെ അതിൻ്റെ ഒരു ഇതിവൃത്തമാണെന്ന്. ഏതായിരുന്നു ആ സിനിമ? ഞാൻ ഓർക്കുന്നില്ല. മൗലിയിൽ മയിൽപീലി ചാർത്തി, കൃഷ്ണ ഭഗവാനുമായിട്ടുള്ള ആ പെൺകുട്ടിയുടെ അറ്റാച്ച്മെന്റ്, കണക്ഷൻ, ഒരു ഡിവൈൻ കണക്ഷൻ, അതാണ് കാണിക്കുന്നത്. ഓക്കെ, ക്രിസ്തുമതത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും, അല്ലേ? നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു നാരി, ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ, അയ്യയ്യോ നീ ഒരു യൂതൻ ഞാനിന്നൊരു സമരം. അപ്പോൾ അവിടെ ഗുരു വെള്ളം ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ വാഗ്വാദം ഉണ്ടാകുകയാണ്. ഞാൻ തന്നാൽ ശരിയാവുമോ, എനിക്കതിനുള്ള അർഹതയുണ്ടോ എന്നൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ കഷ്ടവും കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അങ്ങനെ അവസാനം യേശുദേവൻ ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ അയാളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ട് വരെ കാണാൻ സാധിക്കും. അങ്ങനെ ഈ മഗ്ദലന, ആരായിരുന്നു സാർ അത്? മഗ്ദലന വെള്ളത്തിന് വന്നത്, വെള്ളം കിണറിന്റെ തീരത്തുണ്ടായിരുന്നത് കുമാരനാശാന്റെ അല്ല, സ്ത്രീയല്ലേ, ശമരിയ. അല്ല, ദാഹിക്കുന്നു ഭഗിനി, ആ പാട്ട് അതാണോ സാറേ? കുമാരനാശാന്റെ അത് തന്നെയാണ്, ആ കോണ്ടെക്സ്റ്റ് അത് തന്നെയാണ്. ജോസഫ് സാർ അത് സോമദേവൻ പാടകളെ തിരുത്തുന്നുണ്ട്. ജോസഫ് സാർ കട്ടായി പോയല്ലോ. സമരിയാക്കാരി ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നത്. സാർ അൺമ്യൂട്ട് ചെയ്തു. നെറ്റ് ഇഷ്യൂ ആയിരുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ആ വ്യക്തിയെ യേശു പൂർണ്ണമായിട്ടും അറിയുന്നു എന്നുള്ളതാണ്. എല്ലാവരെയും അറിയുന്നു, ഈ സ്ത്രീയെയും അറിഞ്ഞു. എങ്ങനെയാണ് അത് വെളിവാക്കുന്നത്? ഇവള് ഇങ്ങനെ ഒരു അഭിനയത്തിൽ നിൽക്കുമ്പോൾ നിനക്ക് 5 പേര് മുമ്പുണ്ടായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എല്ലാം അറിയുന്ന ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കണ്ണിൽ നോക്കിയാൽ ഹൃദയത്തിന്റെ അടിത്തൊട്ട് വരെ അറിയാൻ സാധിക്കും ആ ഗുരുവിന്. അപ്പോൾ അങ്ങനെ എന്നിട്ടും അവളെ കൈവിടുന്നില്ല എന്നുള്ളതാണ്. ആത്മനിന്ദ ഉണ്ടായിരുന്നു, അവൾക്ക് ഭയമുണ്ടായിരുന്നു, ലജ്ജയുണ്ടായിരുന്നു. ഇതൊന്നും വകവെക്കാതെ ഭൂതകാലത്തെ ഇതെല്ലാം മറന്ന്, അല്ലെങ്കിൽ ഇതിനെ അവഗണിച്ചുകൊണ്ട് ഭൂതകാലത്തെ അഭിമുഖീകരിക്കുവാൻ ശക്തി നൽകുന്നു അവിടെ യേശുദേവൻ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പാട്ടിലൂടെ
ചരിത്രങ്ങൾ വർണ്ണിക്കപ്പെടുന്നുണ്ട്. ഏത് മതഗ്രന്ഥം എടുത്താലും ഏത് മത ചരിത്രം എടുത്താലും അതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. സെലിബ്രേഷൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നുണ്ട് സംഗീതം എന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്നറിയാം. സംഗീതമില്ലാത്ത ഒരു സെലിബ്രേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഇപ്പോൾ യുവാക്കളുടെ ഏറ്റവും വലിയ ഹരം എന്താണ്? ഡി ജെ തട്ടുപൊളിപ്പൻ പാട്ടിട്ട് ചെവിയൊക്കെ തകർന്നു, നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞാൽ തകർന്നു. ആ രീതിയിലുള്ള സൗണ്ടും ഒക്കെ ഇട്ട് ബീറ്റൊക്കെ ഉള്ള പാട്ട് ഇട്ടാൽ അവർ കളിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ആഘോഷമായാലും ഏത് ഫങ്ഷൻ ആയാലും സംഗീതം അതിനൊരു സെലിബ്രേഷൻ മൂഡ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പല ടൈപ്പുകളുണ്ട്. നാടൻ പാട്ട്, ഫോക്ക് മ്യൂസിക്, ദെൻ ക്ലാസിക്കൽ മ്യൂസിക്, ട്രഡീഷണൽ ഇൻസ്ട്രുമെൻ്റ്, തമ്പുരു, അങ്ങനെയുള്ള ഇടയ്ക്ക, ദെൻ സോപാന സംഗീതം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഡിവൈൻ ഡിവോഷണൽ മ്യൂസിക്, ഭജൻസ്, ഹിംസ് എന്ന് പറഞ്ഞാൽ സ്തുതിഗീതങ്ങളാണ്. പിന്നെ മുസ്ലിംസിൻ്റെ ഉണ്ട് കാവാലീസ്, കണ്ടംപററി, മോഡേൺ, പോപ്പ് മ്യൂസിക്, അതൊക്കെ മോഡേൺ മ്യൂസിക്കാണ്. അതൊക്കെ എന്താണ്, ഇളക്കി മറിക്കുന്ന സംഗീതമാണ്. അപ്പോൾ എല്ലാ ഫെസ്റ്റിവൽസിനും ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ട് വന്നു കഴിഞ്ഞു. എന്താണ് നമുക്ക് റോൾ ഓഫ് മ്യൂസിക് ഇൻ ഫെസ്റ്റിവൽ എന്ന് കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്താണ് മ്യൂസിക് കൊണ്ടുവരുന്നത്? യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. എല്ലാവരെയും ഒന്നിപ്പിക്കുന്നു സംഗീതം. ഒരു ആഘോഷത്തിന് മ്യൂസിക് ഉണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിച്ച് എല്ലാവരും ഒറ്റ ചരടിൽ കോർത്തവരെ പോലെയാകും ആഘോഷം ബാക്കിയെല്ലാം മറന്നുകൊണ്ട്. അങ്ങനെ ഒരു യൂണിറ്റി കൊണ്ടുവരുന്നുണ്ട്. ദെൻ കൾച്ചറൽ പ്രിസർവേഷൻ, സാംസ്കാരിക പൈതൃകങ്ങളൊക്കെ പ്രിസർവ് ചെയ്യുക, ഹെറിറ്റേജ്, പാരമ്പര്യം, അല്ലേ? ആടാം പാടാം ആരോമൽ അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ പറയുന്ന പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ചവിട്ട് നാടകം, ദെൻ ഒപ്പന, ദർഫ്മുട്ട്, മാർഗംകളി ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കൾച്ചറൽ കാര്യങ്ങൾ പ്രിസർവ് ചെയ്യാൻ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള സംഗീതങ്ങൾ സഹായിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ റോൾ ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദെൻ ഇമോഷണൽ എക്സ്പ്രഷൻ, കൺവേസ് ഇമോഷൻസ്, കഥാപ്രസംഗം, അല്ലേ? അതിനകത്തും കൂടുതൽ പാട്ടുകളൊക്കെയാണ്, പാട്ടും കഥയും കൂടെ മിക്സ് ചെയ്തുള്ളതാണ്. ഹരികഥാകഥനം, കർണാടക സൈഡിലൊക്കെ ഉള്ളവർക്ക് അറിയാം, എപ്പോഴും മിക്കവാറും ഫങ്ഷൻസിനത് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫെസ്റ്റിവലും മ്യൂസിക്കുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നമ്മൾ ഇന്ന് 2 ആഘോഷങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. ഇന്ന് ഓശാന ഞായറായിരുന്നു, അതുപോലെ തന്നെ നാളെ വിഷുവാണ്. വിഷു എന്ന് പറയുമ്പോൾ പ്രകൃതിപരമായിട്ടും ഒരേ പകലും രാത്രിയും ഈക്വലായിട്ട് വരുന്ന ഒരു ദിവസമാണെന്ന് പറയുന്നു. ഓശാന എന്ന് പറഞ്ഞാൽ രക്ഷിക്കണേ എന്നുള്ള ഒരു വലിയൊരു സംഭവത്തിന് മുമ്പ് ജനം ഒരു രക്ഷകനെ കഴുതപ്പുറത്തേറ്റിയ ദിവസം ആണ്, അങ്ങനെ ആനയിച്ച ദിവസമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കാർഷിക ചരിത്രവും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഒരു പുള്ളുവപ്പാട്ട് കേൾപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. സാറിന് സമയമുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗം കാണിച്ചാൽ മതിയേ. അത് ഈ വിഷുവായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. അത് പൊലിക ദൈവം എന്നൊക്കെ പറഞ്ഞുള്ളൊരു പാട്ടാണ്. എന്ന് പറഞ്ഞാൽ നെല്ല് അല്ലെങ്കിൽ കൃഷി സമൃദ്ധിയായിട്ടുണ്ടാകണേ എന്ന് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടാണത്. 1 മിനിറ്റ് മതി കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ജോഷി സാർ ഓശാനയെക്കുറിച്ച് സംസാരിക്കും, ആശംസയും നേരും. സാർ ഇനി എനിക്കാണ്, ഞാനാണ് നമുക്ക് എല്ലാവർക്കും
ജോഷി സാറിലേക്ക് പോകാം. നമസ്കാരം. ഇന്ന് ഓശാന ഞായറാണ്. ഓശാനയുടെ മംഗളങ്ങൾ. നാളെ വിഷുവാണ്. വിഷുവിൻ്റെയും ആശംസകൾ. ഞാൻ ഓശാനയെ കുറിച്ച് അല്പം കാര്യം മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇതില് എല്ലാ വിഭാഗക്കാരും ഉണ്ട്. ചിലർക്ക് ഓശാന എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം, മറ്റു ചിലർക്ക് അറിയില്ല. അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഓശാന എന്ന് കേട്ടിട്ടുണ്ട്, പലയിടത്ത് ഓലയൊക്കെ ആയിട്ട് പോകുന്നതും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഓശാന എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണ്. അല്ലാതെ സിന്താബ നമ്മൾ വിളിക്കുന്നത് പോലെയുള്ള ഒരു സാധനമല്ല ഓശാന. രക്ഷിക്കണമേ എന്ന് വിളിക്കുന്ന ഒരു പ്രാർത്ഥനയിൽപ്പെട്ട ഒന്നാണ്. ഇനി ഓശാന ഞായർ, ഈസ്റ്ററിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഓശാന ഞായർ. അതാണ് ഇന്നലത്തെ ഞായറാഴ്ച, ഈസ്റ്റർ. കുരുത്തോല പെരുന്നാളെന്നും അതിനെ ആളുകൾ വിളിക്കും. ഇംഗ്ലീഷിൽ പാം സൺഡേ എന്നും പറയും. കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് യേശു ജെറൂസലേമിലേക്ക് കഴുതപ്പുറത്ത് ഏറി വന്ന സംഭവമാണിത്. ഒലിവ് മരച്ചില്ലകളും ഈന്തപ്പന ഓലകളും വഴിയിൽ വിരിച്ച് ഓശാന, ഓശാന ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പാടി സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റ ബൈബിൾ സംഭവത്തെയാണ് ഇത് അനുസ്മരിക്കുന്നത്. യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയമായ പ്രവേശനം വളരെ വ്യത്യസ്തമായിരുന്നു. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു കുഞ്ഞു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് വിചാരിക്കും. അവർ ജെറൂസലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബേത്ത്ഫാഗയിലും ബെഥാന്യയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവിൻ. ഇത് ചെയ്യുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. അവര് പോകുന്നു. എന്നിട്ട് ആ കഴുതയുമായിട്ട് വരുന്നു. അങ്ങനെയാണ് നമ്മള് പടത്തിലൊക്കെ കാണുന്ന ആ കഴുതപ്പുറത്താണ് കയറി യേശു വരുന്നത്. ഇതിന്റെ പിന്നിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്രായേൽ ജനം അല്ലെ യഹൂദ ജനം, പഴയ നിയമജനം വലിയ പീഡനങ്ങളിലും പാടുകളിലും കഷ്ടപ്പാടുകളിലും അടിമത്തങ്ങളിലും ഒക്കെ ജീവിച്ച ഒരു ജനതയാണ്. അന്നും ഏകദേശം ഇപ്പോഴും അവരൊന്നും ആ കെട്ടുപാടിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ അവര് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു, ഒരു രക്ഷകൻ വരും, ഞങ്ങളെ രക്ഷിക്കാൻ ഒരു രാജാവ് വരും. ഈ അധർമ്മങ്ങൾ അങ്ങനെയൊക്കെയാണ് പ്രവാചകന്മാരും ഒക്കെ അവരെ പഠിപ്പിച്ചിരുന്നത്. നമ്മളുടെ ഈ കഷ്ടപ്പാട് നീണ്ടു നിൽക്കില്ല, നമ്മളെ രക്ഷിക്കും. അപ്പൊ അവരൊരു രാജാവിനെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോഴാണ് യേശു ക്രിസ്തു വരുന്നത് രാജാവായിട്ട്. പക്ഷെ ഇവിടെ അധികാരത്തിന്റെ യാതൊരു ചെങ്കോലുമില്ല, കുതിരപ്പടയാളികളില്ല, മറ്റൊന്നുമില്ല. എൻ്റർലി ഡിഫറൻറ്റ് ആയിട്ട് വരുന്നു. കഴുതയുടെ പുറത്തൊന്നും ഏതെങ്കിലും രാജാവ് കയറി വരുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ യേശു അങ്ങനെ വരുന്നു. തൻ്റെ ദേവാലയ പ്രവേശനം ഔദ്യോഗികമായിട്ട് നടത്തുകയാണ്. ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു സന്ദേശം എനിക്ക് പറയാനുള്ളത്, യേശു കയറി വന്ന കഴുത മഹാഭാഗ്യമുള്ള ഒരു കഴുതയാണ്. എല്ലാവരും ഈ യേശുവിനെ വളരെ ഈ ഓശാന ഓശാന വിളിച്ച് ആദരിക്കുമ്പോൾ ഈ ആർക്കും വേണ്ടാതെ കിടന്ന കഴുതയും വലിയ ഒരു സ്വീകരണത്തിന് ഇരയായി മാറുകയാണ്. ഇതാണ് ക്രൈസ്തവ ലോകം വിശ്വാസികൾക്ക് നൽകുന്ന ഒരു മഹാ സന്ദേശം. നമ്മളുമൊക്കെ ഒരുപക്ഷെ കഴുതകളാണ്. എങ്ങനെ? പലരുടെയും നോട്ടത്തിൽ നമ്മൾ അത്ര പ്രാധാന്യമുള്ള ആളല്ല. കുറവുകളുണ്ട്, അല്ലെങ്കിൽ ബുദ്ധി കുറവാണ്, പണം കുറവാണ്, അഴക് കുറവാണ്, പലതും കുറവാണ്. എന്നാൽ നിന്നോടൊപ്പം യേശു ഉണ്ടെങ്കിൽ നീയും മറ്റുള്ളവരാൽ അങ്ങേയറ്റം ബഹുമാന്യത അനുഭവിക്കാൻ ഇടവരും. അങ്ങനെ ഈ ക്ലേശത്തിന്റെ കാലഘട്ടങ്ങളിൽ
പലവിധമായ ദുരിത ദുഃഖങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഈ ഓശാന ഒരു വലിയ പ്രതീക്ഷയുടെ ദിനമാണ്. എന്നാൽ സംഭവമൊക്കെ മാറി. അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഈ മനുഷ്യനെ കുരിശിൽ തറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കണം, ജയ് വിളിച്ചവർ തന്നെ കുരിശിൽ തറക്കാൻ പറയുന്നു. ഇതൊക്കെ ലോകത്തിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അനുഗ്രഹങ്ങൾ കൈനീട്ടി വാങ്ങിയവർ തന്നെ ഈ കൈനീട്ടിയ അതേ കൈക്കിട്ട് വെട്ടുകൊടുക്കുന്ന സ്ഥിതിവിശേഷം. എന്നാൽ വീണ്ടും മഹാസന്ദേശം വരും. അവിടം കൊണ്ട് അവസാനിച്ചില്ല. മൂന്ന് നാൾ കഴിയുമ്പോൾ അവൻ ഉത്ഥാനം ചെയ്യുന്നു. അതെ, തിന്മയ്ക്ക് അധർമ്മത്തിന് ഒന്നും അധിക കാലത്ത് ആയുസ്സില്ല. ഇതാണ് ഈ ഓശാന നാളിൽ നമ്മൾ ഓർക്കാനുള്ള, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം. രോഗിയായിരിക്കാം, ക്ലേശിതനായിരിക്കാം, പേടിക്കണ്ട. യേശുവാകുന്ന ആ വലിയ രാജാതിരാജനോടൊപ്പം കരുതയായ നമുക്കും കൂടെ ചേരാം. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓശാന മംഗളങ്ങൾ നേർന്ന് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഒരു പാട്ട് പാടിയിട്ട് നിർത്തിക്കോ സർ. ഓശാനയുടെ ഏത് പാട്ടാ പാടാൻ പറ്റുന്നത്? ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന. ഓക്കെ. ശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം തിരുനാമം മുഴങ്ങിടുന്നു. അത് നമുക്ക് പാട്ട് പിന്നീട് ആകാം. വിഷുവിന്റെ സന്ദേശം കൂടെ കഴിഞ്ഞിട്ടേ പിന്നെ പാടാം. വിഷുവിന്റെ ഇതങ്ങ് സന്ദേശം കഴിഞ്ഞോട്ടെ സാർ. ഇതങ്ങ് തീർന്നോളൂ. അപ്പോ ഓക്കെ. ഇതങ്ങ് ഈ പാട്ടൊക്കെ പാടിയിട്ട് 2 പാട്ട് 3 പാട്ട്. എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ വോളണ്ടറി എടുത്ത് പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി. സാറിന് ഒരു മോളെ ഉണ്ടായിരുന്നു. മോള് ഓക്കെ, ടീച്ചർ പറഞ്ഞോട്ടെ. ഓക്കെ, അടുത്ത ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ പഠിച്ചോളൂ. 2-3 പാട്ടുണ്ട്. അതോടെ കഴിഞ്ഞിട്ട് ക്ഷമ ഇത് കഴിഞ്ഞിട്ട് ഇതും കഴിഞ്ഞോട്ടെ. എന്നിട്ട് ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ, ഇനി അടുത്ത ഒരു പാട്ട് ഇതാണ്. യെരൂശലേമിലെ സ്വർഗദൂത യേശുനാഥ. ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ പഠിക്കണം. യെരൂശലേമിലെ സ്വർഗദൂത യേശുനാഥ എന്നുവരും വീണ്ടും എന്നുവരും എന്റെ മെഴുകുവിളക്കിൻ മുൻപിൽ എന്നുവരും ദൈവപുത്ര. യെരൂശലേമിലെ സ്വർഗദൂത യേശുനാഥ എന്നുവരും വീണ്ടും എന്നുവരും എന്റെ മെഴുകുവിളക്കിൻ മുൻപിൽ എന്നുവരും ദൈവപുത്ര. താങ്ക് യു. രാജു സാറേ, അടുത്ത പാട്ടില്ല സാർ. അടുത്ത പാട്ട് ഏതായിരുന്നു? അടുത്ത പാട്ട് ഇതാണോ? ഇതായിരുന്നു നമ്മുടെ ആര്യസ്മിയുടെ പാട്ട്. ഇതല്ലേ? പിന്നെ ഇതാണ് ആദ്യത്തെ പാട്ടില്ല. ആദ്യത്തെ പാട്ട് ഏറ്റവും ആദ്യത്തെ ഇതാണോ? ഒലിവില ഓമന കയ്യിൽ ഒലിവില. അല്ല, ആദ്യത്തെ ഓശാന ഇത് തന്നെ. ഓക്കെ,
ഈശനു സതതം ഓശാനയോശാനയോശാന ഓശാന ഈശനു സതതം ഓശാനയോശാന ഓശാന പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങും താവിൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങും വാനിലേകും ഏകപരൻ അഖിലേശ ഇഹ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു തിരുപമമേ. ഓശാന ഈശനു സദരം ഓശാന ഓശാന ഓശാന. അടുത്തതിലേക്ക് പാസ്റ്റർ. ഓക്കെ, ഈ ഒരു പാട്ടും കൂടെ പാടിയിട്ട് ഓമന കയ്യിലൊരു വിലക്കുമ്പോൾ കരപടുന്ന പാടട്ടെ. പഠിക്കും. ഓമനക്കൈയിലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. ഓമനക്കൈയിലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. കുരിശു വരയ്ക്കുമ്പോൾ കുംഭസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ കുരിശു വരയ്ക്കുമ്പോൾ കുംഭസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ കരളിൽ കനാലേരും നെരിയുമ്പോൾ എന്നിനെ കരയാതിരും നീടും ഞാൻ. എങ്ങിനെ കരയാതിരും നീടും ഞാൻ. ഓമനക്കൈയിലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും എന്നും പിണക്കമേയുള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും ഇന്നും പിണക്കമേയുള്ളൂ. പരിശുദ്ധ കന്യാമറിയമേ എന്നിലെ മുറിവുണക്കിടുകയില്ലേ. ഇന്നത്തെ പേടറിയില്ല. ഓക്കെ, താങ്ക് യു. നിത്യ ദുഃഖങ്ങൾ സഹിക്കാൻ മനസ്സിനു ശക്തി തരികയില്ലേ. അമ്മേ ശക്തി തരികയില്ലേ. ഓമനക്കൈയിലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു.
ഓശാന പെരുന്നാളു വന്നു. താങ്ക് യു. ഞാൻ പാടട്ടെ സാറേ? നല്ല പാട്ട്, നന്നായി പാടി. ഞാൻ പാടട്ടെ? 1964 ആര്യ എന്ന സിനിമയില്. പാടിക്കോ ശ്രീകുമാരി മാം പാടും. ഓമന കൈയിലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. കുരിശു വരയ്ക്കുമ്പോൾ കുംഭസരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ കരളിൽ കനലിരുന്നെരിയുമ്പോൾ എങ്ങനെ കരയാതിരുന്നിടും ഞാൻ? എങ്ങനെ കരയാതിരുന്നിടും ഞാൻ? ഓമന കൈയിലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും ഇന്നും പിണക്കമേയുള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും ഇന്നും പിണക്കമേയുള്ളൂ. ഓമന കൈയിലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. താങ്ക് യു. സോ അപ്പൊ നമുക്ക് ഓശാനയുടെ ആശംസകളോടുകൂടി നമുക്കിനി വിഷുവിലേക്ക് പോകാം. ഓക്കെ, വിഷുവിനെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മുടെ ഉഷ മാമിനെ. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ മലയാളികളുടെ പ്രിയപ്പെട്ട കാർഷികോത്സവമായ വിഷു ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമാണ് വിഷു എന്ന് പറയാം. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. വിഷു എന്ന വാക്കിനർത്ഥം തുല്യം എന്നാണ്. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു എന്ന് പറയാം. അടുത്ത ഒരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ചും ഇക്കാലയളവിൽ ജനങ്ങൾ ചിന്തിക്കുന്നു. വിഷുഫലം എന്നാണ് ഇതിന് പറയുക. വിഷുക്കണി ഒരുക്കുക, കണി കാണുക, കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുക തുടങ്ങിയവ വിഷുവിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പെടുന്നു. കൊന്നമരവും അവയുടെ ഐശ്വര്യം നിറഞ്ഞ മഞ്ഞപ്പൂക്കളും വിഷുവിന് ഏറ്റവും പ്രധാനമാണ്. കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിലെല്ലാം അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കപ്പെടുന്നു. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അവയെല്ലാം ഭാരതത്തിൽ മുൻപ് നിലവിലിരുന്ന പഞ്ചാംഗം പ്രകാരമുള്ള പുതുവർഷ ആരംഭത്തിന്റെ ആഘോഷമായി കണക്കാക്കുന്നു. പൊലിക പൊലിക ദൈവമേ തൻ നെൽ പൊലിക എന്നും മറ്റുമുള്ള പുള്ളവ് പാട്ടും വിഷുവിന്റെ ഐശ്വര്യദായകമായ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലത്തെ നിലനിൽക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ആളുകളാണ് വിഷുക്കണി ദർശനത്തിനായി എത്തിച്ചേരുക. മറ്റൊരു വിഷുക്കാലം കൂടി വരവായിരിക്കുകയാണ്. ഓരോ വിഷുവും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. കാലം ഇനിയും ഉരുളും. വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂ വരും, കായ് വരും.
എന്ന NN തക്കാടിന്റെ സഫലമീ യാത്ര എന്ന പ്രശസ്തമായ കവിതയാണ് ഈ സമയം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക. എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാം. തീർച്ചയായും വളരെ സന്തോഷം. എല്ലാവർക്കും മനോഹരമായ ഒരു വിഷു ആശംസകൾ നൽകിക്കൊണ്ട് നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് ഈ പാട്ടാണ്. ഈ പാട്ട് അയ്യപ്പ പണിക്കരുടെ പാട്ടാണ്. പാട്ട് എന്തിനെ കുറിച്ചാണെന്നുള്ളത് അറിയാം അല്ലെ? പാട്ടറിയാമോ ആർക്കെങ്കിലും? പാടാമെങ്കിൽ പാടും. കണിക്കൊന്നയെ കുറിച്ച് ഉള്ളൊരു പാട്ട്. എനിക്കാവതില്ല അല്ലേ സാറ്? എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ വിഷുക്കാലമെത്തിക്കഴിഞ്ഞാൽ. ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടി തരിക്കും, ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും. പുലർച്ച കുളിർ കാറ്റ് വീശിപ്പറക്കും, വയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും. ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണലുക്കിട്ട മേനിപ്പുളപ്പിന്നെ പൂവൊക്കെ എത്തിച്ചൊരുക്കി കൊടുക്കാൻ. തിടുക്കം തിടുക്കം ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ. എൻ താലി നിൻ താലി പൂത്താലിയാടി കളിക്കുന്ന കൊമ്പത്ത് സമ്പത്ത് കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ. താങ്ക് യു സർ. ഈ വർഷവും ഒട്ടും മടിക്കാതെ കണിക്കൊന്ന പൂത്തിട്ടുണ്ട് വിഷുവിനെ വരവേക്കാൻ. ഓക്കെ, അടുത്ത പാട്ടിലേക്ക്. പാടട്ടെ സാർ? ഇത് പാടിക്കോളൂ. കണി കാണും നേരം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി, കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി, കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. മലർമാതൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി, ചിലുചിലേനെന്നു കിലും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ, വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. താങ്ക് യു സാർ. ഞാൻ പാട്ടെ സാറേ? പഠിക്കും. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി, കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ, അണിഞ്ഞു കാണണം ഭഗവാനെ.
മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചിലേനെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ശിശുക്കളായുള്ള സഹിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തുവാവും കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുൽ ചാർത്തി. താങ്ക് യു സർ. കറക്റ്റായി സാറേ. നേരം കമലനേരം ചാർത്തി കനകക്കിങ്ങിണി വളകൾ കാണും നേരം കമലനേത്രന്റെ ഇരുവേറും മിന്നത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ താങ്ക് യു. 4 വരി പാടി നോക്കട്ടെ സാറേ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം നിന്നു കാണണം ഭഗവാനെ. മലർമാതിൻ കാന്തൻ വാസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചിലീനെന്നു കിളങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തുവാ ഉണ്ണി കണി കാണാൻ. താങ്ക് യു സർ. ഓക്കെ, വേറെ ആരെങ്കിലും പാടാനുണ്ടോ? ഇന്ദിര മാം, എനിബഡി എൽസ്? ഞാനൊന്ന് പാടാം സാറേ. ആ, പഠിക്കും. സാറേ അതെ എനിക്കൊരു ഗസ്റ്റും കൂടെ ഉണ്ട് ഇന്നേ. ഞങ്ങള് രണ്ടുപേരും കൂടെ പാടിക്കോട്ടെ സാറേ? പിന്നെന്താ പാടും? എന്റെ ചിറ്റയാണ്, എന്റെ അല്യാന്റിയാണ്. ഞാൻ ഈ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ അല്യാന്റിയാണ് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതെന്നൊക്കെ. ഇതാണ് ആള്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ പാട്ട് പാടാം. അല്യാന്റി ഞാനും കൂടെ പാടട്ടെ സാറേ? പാടിക്കും, പാടും. കാണാമോ? കാണാം, കാണാം. ഇതാ എന്റെ അല്യാന്റി. ഹായ്. പാടിക്കും. സോറി. ആ. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലി ചിലി നിന്നു കിലുങ്ങും കാഞ്ചന
ചിലമ്പിട്ടോടിവ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ഓക്കെ, അപ്പൊ വിഷുക്കണിയും കൂടെ തരൂ. എന്താ സാറേ? വിഷുക്കണിയും കൂടെ തന്നോളാൻ പറയുക. വിഷു കൈനീട്ടം തരാം. വിഷു കൈനീട്ടം സാറേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വിഷുക്കണി നാളെ രാവിലെ കാണുമ്പോ ഫോട്ടോ അയക്കാം. വിഷു കൈനീട്ടം. അതെ വിഷു കൈനീട്ടം എങ്ങനെയല്ലേ എന്റെ കൊടുക്കണേ? ഗൂഗിൾ പേ അല്ലേ? അതെ അല്ലേ ഗൂഗിൾ പേ ചെയ്താൽ മതി. ശരി. ഇപ്പൊ സൗകര്യമില്ല. എല്ലാവർക്കും വേണം അല്ലെ സാറേ? എല്ലാവർക്കും വേണം. അതെ. ഷീലാമാവ് കൂടെ പാടും. എന്റെ ഇന്ന് തന്നെ പോകും ചിലപ്പോ എറണാകുളത്തേക്ക്. താങ്ക് യു പാട്ട് പാടിയത് കൊള്ളായിരുന്നു. ഇനിയും പാട്ടുണ്ട്, പാടാം. വെയിറ്റ് ചെയ്യും. ടീച്ചർ എൻഗേജ്മെന്റ് കൂട്ടി. ഞാനും കൂടെ രണ്ടുപേരും പാടാം. പാടിക്കോ പാടി. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചീലെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചീലീനെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും പാടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പാടും, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിൽ പോകാം. സാറേ, ഞാനും ഒരു ശ്രമം. യെസ്. താങ്ക് യു. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. താങ്ക് യു സർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും? ഗോകുമാർ സാർ, ഗോകുമാർ സാറേ ഒരു പാട്ട് പാടൂ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാൻ. കണി കാണും നേരം മതി, ഇത്രയും മതി. നമസ്കാരം. ഓക്കെ, ഇന്ദിരാ മാം പഠിക്കൂ. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം
അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി. കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി. ചിലുചീലി നിന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാ കണി കാണാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി. ചിലുചീലി നിന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ഓക്കെ, താങ്ക് യു. വേറെ ഇനി ആർക്കെങ്കിലും പാടാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് മൗലിയിൽ മയിൽ പീലിച്ചാർത്തി. ജോസഫ് സാറേ. അല്ല, അത് ഫീമെയിൽ ആരെങ്കിലും പാടിക്കോട്ടെ. ഷീല ആരെങ്കിലും പാടുന്ന അറിയാവുന്ന ആരെങ്കിലും പാടുന്നിട്ട് ഞങ്ങൾ പുറകെ. അതെ, നമ്മള് സപ്പോർട്ട് മൗലിയിൽ ചെയ്യാം. മയിൽപ്പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ഷീലമ പാടിയോ? ആ, പാടും. ഷീലമ അൺമ്യൂട്ടായിട്ടോ? മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. കഞ്ചവിലോചനൻ കണ്ണന്റെ കണ്ണിലെ അഞ്ജന നീലിമ കണി കാണണം. കഞ്ചവിലോചനൻ കണ്ണന്റെ കണ്ണിലെ അഞ്ജന നീലിമ കണി കാണണം.
ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന വെണ്ണക്കുടങ്ങളും കണി കാണണം. നിന്റെ പൊന്നോട് കുഴൽ കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം തിലകമാക്കുമേ. ഗോപകുമാരനെ കണി കാണണം. ഓരോ ജനക്കുറി കണി കാണണം. താങ്ക് യു സർ. ഓക്കെ. സിനിമയുടെ പേര് കിട്ടി, നന്ദനം. നന്നായിട്ട് പാടി കേട്ടോ ശ്രീജ. താങ്ക് യു സർ. താങ്ക് യു. നസീമ ഒന്ന് പാടുന്നോ? നോക്കൂ. ഓ വേറെ ആർക്കെങ്കിലും ഞാനല്ലേ ആന്റി രണ്ടുപേരും പാടിക്കോട്ടെ. പാടും. ഒന്ന് പാടി നോക്കാം, കഴിഞ്ഞിട്ട് പാടി നോക്കാം. നസീമ പാടിക്കോ? പാടിക്കോ? ഉഷാമ പാടിക്കോളൂ. അത് കഴിയുമ്പോഴത്തേക്കും കേട്ട് പാടിക്കോളൂ. ഇതാണോ? ഓക്കെ. പാടിക്കോട്ടെ. ഇല്ല, പാടാം, നമുക്ക് പാടാല്ലേ. മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. നെഞ്ചിൽ ഓരോ ജനക്കുറി കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. നെഞ്ചിൽ ഓരോ ജനക്കുറി കണി കാണണം. പഞ്ചവിലോചനൻ കണ്ണന്റെ കണ്ണിലെ അഞ്ജന നീലിമ കണി കാണണം. പഞ്ചവിലോചനൻ കണ്ണന്റെ കണ്ണിലെ അഞ്ജന നീലിമ കണി കാണണം. ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന വെണ്ണക്കുടങ്ങളും കണി കാണണം. നിന്റെ പൊന്നോട് കുഴൽ കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. താങ്ക് യു. താങ്ക് യു. ഇനി നസീമാം നോക്കൂ. മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം പോയതുകൊണ്ട് മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. മൗലിയിൽ മയിൽ പീലി ചാർത്തി. താങ്ക് യു സർ. പറ്റുന്നില്ല. ഓക്കെ. ഇനി ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും പാടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിൽ പോകാം. പൊന്നപ്പൂവേ.
പഠിക്കട്ടെ സാറേ. പഠി. കൊന്നപ്പൂവേ കൊന്നപ്പൂവേ പൂവേ നിന്നെ കണ്ടാലെന്തു നിന്നെ കണ്ടാലെന്തു കൊന്നപ്പൂവേ പൂവേ നിന്നെ കണ്ടാലെന്തു. ഓക്കെ സാർ. ആർക്കെങ്കിലും 2 വരി നോക്കാൻ പറ്റുമോ? ഞാൻ പാടാം. പാടി. കൊന്നപ്പൂവേ കിങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. കൊന്നപ്പൂവേ കിങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. കരളിലോരായിരം തങ്കക്കിനാക്കൾ കരുതിയിട്ടുണ്ടെന്ന് തോന്നുമോ തോന്നുമോ. കരളിലോരായിരം തങ്കക്കിനാക്കൾ കരുതിയിട്ടുണ്ടെന്ന് തോന്നുമോ തോന്നുമോ. മണവാളൻ കൈകൊണ്ടു നുള്ളിയ കവിളത്തു മൈലാഞ്ചിയുള്ളതായി തോന്നുമോ തോന്നുമോ. കൊന്നപ്പൂവേ കിങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. കൊന്നപ്പൂവേ കിങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. ഓടുന്ന കണ്ണുകൾ ഒറ്റയൊരാളിനെ തേടുകയാണെന്ന് തോന്നുമോ തോന്നുമോ. ഓടുന്ന കണ്ണുകൾ ഒറ്റയൊരാളിനെ തേടുകയാണെന്ന് തോന്നുമോ തോന്നുമോ. പൂക്കൂട നിറച്ചത് പൂമാരനെത്തുമ്പോൾ പൂജിക്കാനാണെന്ന് തോന്നുമോ തോന്നുമോ. കൊന്നപ്പൂവേ കിങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. കൊന്നപ്പൂവേ കിങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. താങ്ക് യു സാർ. ഞാൻ 2 രൂപ പാടട്ടെ സാറേ. പാടിക്കോളൂ. കൊന്നപ്പൂവേ കൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. കൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. കരളിലൊരായിരം തങ്കക്കിനാക്കൾ കരുതിയിട്ടുണ്ടെന്നു തോന്നുമോ തോന്നുമോ. മണവാളൻ കൈകൊണ്ടു നുള്ളിയ കവിളത്തു മൈലാഞ്ചി ഉള്ളതായി തോന്നുമോ തോന്നുമോ. കൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. ഓടുന്ന കണ്ണുകൾ ഒറ്റയൊരാളിനെ തേടുകയാണെന്നോ തോന്നുമോ തോന്നുമോ. കൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും? അല്ലെങ്കിൽ അടുത്തൊരു പാട്ടിലേക്ക് കൂടെ പോകാം. ഞാനൊരു 4 വരി പാടിക്കോട്ടെ സാറേ. പാടി. കൊന്നപ്പൂവേ കിങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. കൊന്നപ്പൂവേ
കൊങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. കരളിലൊരായിരം തങ്കക്കിനാവുകൾ കരുതിയിട്ടുണ്ടെന്നു തോന്നുമോ? ഓ തോന്നുമോ? കരളിലൊരായിരം തങ്കക്കിനാവുകൾ കരുതിയിട്ടുണ്ടെന്ന് തോന്നുമോ? മണവാളൻ കൈകൊണ്ടു നുള്ളിയ കവിളത്തു മൈലാഞ്ചിയുള്ളതായി തോന്നുമോ? മണവാളൻ കൈകൊണ്ടു നുള്ളിയ കവിളത്തു മൈലാഞ്ചിയുള്ളതായി തോന്നുമോ? പൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ പാടുന്നത്? നീ അടുത്ത പാട്ടിപ്പോ. അയ്യോ, സാറ് പാടിയില്ലല്ലോ ഇന്ന്. സാബ് സാർ പാട്ടൊന്നും പാടിയില്ലല്ലോ. പാടിയില്ല, നന്നായി പാടുന്നാള്. എനിക്ക് ഒച്ച സൗണ്ട് ഒന്നും ശരിയാവില്ല. പാടിക്കോ, നമുക്ക് പെട്ടെന്ന് നിർത്താം. നമ്മുടെ ജോസഫ് സാറും പോകാറായിട്ട് ഒരു പാട്ടോടെ പാടി ലാസ്റ്റ്. കൈ നിറയെ വെണ്ണ തരാം കവിളിലുരുമ്മ തരാം കണ്ണൻ കവിളിലുരുമ്മ തരാം. ഓക്കെ, ആരെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യൂ. നമുക്ക് ലാസ്റ്റ് പാട്ടായിട്ട്. ഓക്കെ സാർ. സർ പഠിക്കും. ഓക്കെ സാർ. നല്ലൊരു താരാട്ട് പാടല്ലേ? കേൾക്കുന്നില്ലേ? ആരും ഇല്ല, എല്ലാവരും പോയോ? ആരുമില്ലെങ്കിൽ ഞങ്ങള് പാടാം സാറേ. എന്നാ പാടും, നമുക്ക് അവസാനിപ്പിക്കാം. പടി അവസാനിപ്പിക്കാം. നമുക്ക് തിരക്കല്ലേ എല്ലാവർക്കും. താങ്ക് യു. അതെ അതെ. പഠിക്കും. കൈ നിറയെ വെണ്ണ തരാം കവിളിലൊരുമ്മ തരാം കണ്ണൻ കവിളിലൊരുമ്മ തരാം. പോയ പോയി പോയി. പാട്ട് കഴിഞ്ഞോ? ജോഷി സാർ പാടുമോ? എനിക്ക് പാടേണ്ട കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഓശാന ഈശ്വര സദനം പാടണോ? പാടാം. അത് നമുക്ക് അവസാനം പാടാം, ലാസ്റ്റ് പാടാം. ഇതാരെങ്കിലും പാടുന്നുണ്ടോ ഇനി? ഇല്ല. അങ്ങനെയാണെങ്കിൽ സാറിന് ഏതായത് ഓശാന ഇതാണോ ഉദ്ദേശിച്ചത്? ഇതല്ലേ? പാടിക്കും. വെച്ചൊരു വരി എൻ്റെ ലൈൻ വന്നോ? നോക്കട്ടെ. ലിറിക്സ് കാണുന്നില്ലേ? ഓശാന ഈശനു സദതം ഓശാന 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 ഓശാന
ഈശനു സദതം ഓശാന 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 പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാരിലേ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ ഓശാന ഈശനു സദതം ഓശാന 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 സാറേ ഓക്കെ വരി ഞാൻ ഓശാന പാടി നോക്കട്ടെ കേട്ടോ സാബു സാറേ. ആ പഠിക്കും. ഓശാന ഈശന സദതം ഓശാന 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 ഈശന സദതം ഓശാന 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 പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലവം ഇത പരമഖിലവും അഖിലേശവര മഹിമയാൽ നിറയുന്നു നിരുപമമേ ഓശാന ഈശന് സദതം ഓശാന ഓശാന ഓശാന. താങ്ക് യു സർ. സാറേ എന്റെ ഓശാനെ പറ്റി വേറൊരു പാട്ട് പാടാം. ഇതിനകത്തുള്ളതല്ല. ആ രാജാവെഴുന്നള്ളുന്നു നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു മാനവർ പൂവരം തൂകി എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു മാനവർ പൂവരം തൂകി എഴുന്നള്ളുന്നു ബേത്ലഹേമിൽ വന്നിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം ബേത്ലഹേമിൽ വന്നിച്ചൊരു കനകതാരം യൂദയായിൽ വന്നു വീശിയ പരമദീപം ഉന്നതത്തിൽ നിന്നിറങ്ങി ദിവ്യശോഭ്യം മന്നിടത്തിനു ജീവനെ സുഖം രാജാവ് നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർ പൂവരം തൂകി എഴുന്നള്ളുന്നു. ഓക്കെ സാറേ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നാളെ വിഷുവാണ്. എല്ലാ വിഷു ആശംസകളും അതുപോലെ ഇന്നത്തെ ഓശാനയുടെ എല്ലാവർക്കും എല്ലാ സന്തോഷവും നല്ല ദിനങ്ങളുടെയും ആശംസകൾ. യെസ്, ഓശാന പെരുന്നാളിനും വിഷുവത്തിനും ആശംസകൾ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, നാളെ എന്റെ ബർത്ത്ഡേ കൂടെ ആണ്. ബർത്ത്ഡേ ആണ്. എവിടെയാ വരണ്ടേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങൾ എങ്ങോട്ടാ വരണ്ടേന്ന്? ഹാപ്പി ബർത്ത്ഡേ ടു ഫിലിപ്പ് സർ. ഹാപ്പി Happy ബർത്ത്ഡേ birthday, sir. ഇത്രയൊക്കെ നാളെ തന്നെ ചെയ്യും അല്ലേ? നാളെ 19ാമത്തെ ബർത്ത്ഡേ അല്ലേ? എവിടെയാ വരണ്ടേ സാറേ?
ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി എവിടെ? ഞങ്ങൾക്ക് ഇത് കിട്ടുക അല്ലേ? ലൊക്കേഷൻ കിട്ടുക, ഞങ്ങൾ പറന്നു വന്നോ. സാറേ നമ്മളെ എത്ര ഏതെങ്കിലും വയസ്സായി സാറേ? ഓപ്പണിംഗ് രാജ് സാർ എത്ര വയസ്സായി? എല്ലാരും പോയിട്ട് നാളെ 36 വയസ്സാവും. അതെ അതായത് 30 വയസ്സ് 60? 25 വയസ്സ് 35 വർഷം എക്സ്പീരിയൻസ് വന്നു. 25 വയസ്സ് എക്സ്പീരിയൻസും 30 വർഷം സർവീസ് അല്ല പ്രായവും അങ്ങനെയാണോ? 25 പ്ലസ് 35 75. 30 വർഷത്തെ എക്സ്പീരിയൻസ്. സാറേ 35-ാം വർഷം നടപ്പെന്നാണ് പറയുന്നത്. അല്ല അങ്ങനെയല്ല. 35-ാം എത്ര വർഷം എക്സ്പീരിയൻസ്? 30 വർഷത്തെ എക്സ്പീരിയൻസ്. എത്ര വർഷമായി ഇപ്പൊ? പ്രായം എത്രയായി? 25 വയസ്സ്. 25 വയസ്സ് 30 വർഷത്തെ ഇത്ര ആയല്ലോ. അല്ല സാർ, അല്ല 55 ആയുള്ളൂ. 40 വർഷം. അങ്ങനെ പറ, അങ്ങനെ പറ. കേക്കരനായരം പറഞ്ഞാലേ തിരിച്ചിടുക. 27 വയസ്സേ ആയുള്ളൂ. 65 years old അല്ല, 65 years young. 65 years young. എല്ലാവരും ഓൾഡ് എന്നാ പറയുന്നത്. ഞാൻ 25 years old, 30 years old, അങ്ങനെ ഓൾഡ് എന്നാ പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ ഓൾഡ്. പറഞ്ഞാലും പ്രവൃത്തിയിൽ കാണിച്ചാൽ മതി. 65 years young. യെസ് കറക്റ്റ്. അപ്പൊ എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും നേരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? എല്ലാവരും വിഷുക്കണി കാണാൻ, വിഷു കൈനീട്ടം മേടിക്കാൻ ഒക്കെ റെഡി ആയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുരുത്തോലകളൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിരിക്കുന്നു. എല്ലാരും വിഷുവടയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അടുത്ത ആഴ്ച നമ്മള് കണ്ണൂർ രാജന്റെ പാട്ടാണ്. കണ്ണൂർ രാജൻ ചിത്രം അങ്ങനെയുള്ള പാട്ടുകളുടെ മനോഹരമായ പാട്ടുകൾ എഴുതിയ. ഞായറാഴ്ച ഈസ്റ്റർ അല്ലേ? അപ്പൊ ഈസ്റ്ററിന്റെ പാട്ട് തീർച്ചയായിട്ടും ഈസ്റ്റർ നമുക്ക് തുടങ്ങാം. അതിനുശേഷം നമുക്ക് ശരത്തിന്റെ അമ്മായിപ്പന. അതെ. ഈ ആഴ്ച അങ്ങനെ ചെയ്യാം. അപ്പോഴാണ് വിഷു ഒക്കെ അന്ന്. അപ്പൊ അതിനുള്ള ഇഷ്ടംപോലെ പാട്ടുകളുണ്ടല്ലോ. അടുത്ത ആഴ്ച ഈസ്റ്റർ നമുക്ക് തുടങ്ങിയിട്ട് കണ്ണൂർ രാജനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ see you and good night. താങ്ക് യു. താങ്ക് യു.